എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന രാമായണക്കാറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രാമായണക്കാറ്റിന്റെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് രാമായണം പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത് ആലപ്പുഴ ജില്ലാ ചാപ്റ്ററാണ്. ഇന്ന് ഗുരുസ്മരണ തുടങ്ങുന്നതിന് മുമ്പായി ഒരു ചെറിയ ദുഃഖവാർത്ത നമ്മുടെ ആദിശങ്കര കുടുംബാംഗങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് മറ്റൊന്നുമല്ല, നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരിയായിട്ടുള്ള ഡോക്ടർ സരിത അയ്യർ നമ്മുടെ ബാലശങ്കരം എന്നുള്ള പരിപാടി 1.5 വർഷത്തോളം അവർ നടത്തിയതാണ് ടീച്ചർ. അതിനുശേഷം സനാതന ധർമാമൃതം എന്നുള്ള പരിപാടിയിൽ പ്രഭാഷണം ചെയ്തിട്ടുണ്ട്. ആദിശങ്കര കുടുംബാംഗം കൂടിയാണ്. ഡോക്ടർ സരിത അയ്യരുടെ പിതാവ് മുൻ ഏറ്റുമാനൂരപ്പം കോളേജിലെ മുൻ പ്രിൻസിപ്പളായിരുന്ന പ്രൊഫസർ KR അനന്തപത്മനാഭ അയ്യർ ഇന്നലെ വിഷ്ണുപദം പൂകി. അപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് 1 മിനിറ്റ് നേരം ഒന്ന് നാരായണ, എനിക്ക് തോന്നുന്നു വാമനേട്ടൻ മുമ്പ് പറയുന്നത് പോലെ 3 പ്രാവശ്യം നാരായണ ജപിക്കുക. നമുക്ക് ഈ മൗന എന്താ പറയുക, അത് വേണ്ട. അതിന് ഒരു നാരായണ 3 പ്രാവശ്യം ജപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ഏകാം. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഡോക്ടർ സരിത അയ്യരെ വൈകുന്നേരം വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആദിശങ്കര കുടുംബാംഗങ്ങളുടെ ഇവർക്കുടെ കുടുംബത്തിനുണ്ടായ നഷ്ടത്തിൽ ആദിശങ്കര കുടുംബാംഗങ്ങളുടെ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നുള്ള അറിയിച്ചുകൊണ്ട് നമ്മൾ നേരിട്ട് തന്നെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ രാമായണക്കാറ്റിലേക്ക് മടങ്ങാം. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി ആലപ്പുഴ ചാപ്റ്ററിൽ നിന്നുള്ള ശ്രീമതി സരസ്വതി അന്തർജനത്തിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കർ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. വക്രതുണ്ഡമഹാകായം കോടിസൂര്യസമപ്രഭം നിർവിഘ്നം കുരു മേ ദേവാ സർവകാര്യേഷു സർവദാ. അജ്ഞാനാന്തർ ഗഗനപതിതാം ആത്മവിദ്യോപദേശൈ ത്രാതും ലോകാൻ ഭവതവശികാ താപപാപാസ്യമാനാ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പദന്തി. ശംഭോർമൂർത്തിർ ശരദി ഭുവനേ ശങ്കരാചാര്യ രൂപ. സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാ അസ്മദാചാര്യ പര്യന്താ വന്ദേ ഗുരു പരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യ കൃതൗ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പൂർവം രാമതപോവനാദി ഗമനം അത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം
സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം ഹൃത്വാ രാവണ കുംഭകർണനിധനം സമ്പൂർണ്ണ രാമായണം കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ജയശങ്കര. വളരെ നന്ദി, സന്തോഷം സരസ്വതി ചേട്ടത്തി. ഇന്നത്തെ രാമായണക്കാറ്റിന് അവതരിപ്പിക്കുവാനായി ആലപ്പുഴ ജില്ലാ ചാപ്റ്ററിന്റെ ചീഫ് കോർഡിനേറ്ററായ അതേപോലെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവും ബാലശങ്കരം എന്നുള്ള പരിപാടിയുടെ ടീച്ചറുമായ എവർക്കും പ്രിയപ്പെട്ട ശ്രീമതി ഉഷാ അന്തർജനത്തിന് ഈ വേദിയിലേക്ക് പ്രത്യാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കർ. നമസ്തേ ജയശങ്കര. എല്ലാവർക്കും ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന സംഘടനയിലെ ആലപ്പുഴ ചാപ്റ്ററിന്റെ വിനീത നമസ്കാരം. ഇന്ന് വിശ്വാമിത്രന്റെ യാഗരക്ഷ എന്ന ഭാഗം മുതലാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. വളരെ ഭക്തിപൂർവം തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളിലും നമ്മുടെ രാമായണ രസായനം നമ്മൾ സേവിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ഭാഗം ഇന്നിവിടെ സമാരംഭിക്കുകയാണ്. ആദ്യമായിട്ട് ഭക്തിപൂർവം ഇന്നത്തെ ഈ രാമായണക്കാറ്റിന് തുടക്കം കുറിച്ച സരസ്വതി ചേച്ചിക്ക് നന്ദി അറിയിക്കുന്നു. ആദ്യം വിശ്വാമിത്രന്റെ യാഗരക്ഷ എന്ന ഭാഗം, അക്കാലം വിശ്വാമിത്രനാകിയ മുനികുല മുഖ്യൻ എന്ന് തുടങ്ങുന്നതായ ഭാഗം പാരായണം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും മുതിർന്ന അംഗമെന്ന ഒപ്പം നമ്മുടെ സംഘടനയുടെ JKGയുടെ അമ്മയും കൂടിയായ രാധാമണി ചേച്ചിയെ അക്കാലം വിശ്വാമിത്രനാകിയ മുനികുല എന്ന് തുടങ്ങുന്ന ഭാഗം പാരായണം ചെയ്യുന്നതിന് വേണ്ടി ആ വിശ്വാമിത്രന്റെ യാഗരക്ഷ പാരായണം ചെയ്യുന്നതിലേക്ക് ഏറെ ബഹുമാനത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ലക്ഷ്മീവിലാസം ജഗദാനിവാസം ഭൂദേവവാസം ശരദിന്ദുഹാസം ലങ്കാവിനാശം ഭുവനപ്രകാശം ശ്രീരാമചന്ദ്രം സതതം നമാമി. അക്കാലം വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനും അയോധ്യയ്ക്കമ്മാറെഴുന്നള്ളിയിടിനാൻ. രാമനായ വനിയിൽ മായാജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടോരു പരാത്മാനം സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥ. ആശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു വിധിനന്ദനോടും ചെന്നെതിരേറ്റു യഥാവിധി. പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്ത്യാ. സസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിയിടിനാൻ. അസ്മജന്മവും ഇന്നു വന്നിതു സഫലമായി. നിന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായതു ഞാനിഹ തപോനിധേ.
ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും. എന്തൊന്നു ചിന്തിച്ചെഴുന്നള്ളിയതൊന്നും ഇപ്പോൾ നിന്റൊരു വടിയരുൾ ചെയ്യണം. ദയാനിധേ, എന്നാലാകുന്നതെല്ലാം ചെയ്യുവാൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസകുലവതേ. വിശ്വാമിത്രനും പ്രീതനായരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോട് ദശരഥനോടതു നേരം. ഞാൻ അമാവാസ്യ തോറും പിതൃദേവതകളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീചസുബാഹുമുഖ്യന്മാരാം നക്തഞ്ചരന്മാരിരുവരും അനുചരന്മാരുമായുള്ളോരും അവരെ നിഗ്രഹിച്ച് യാഗത്തെ രക്ഷിപ്പാനായ അവനീപതേ രാമദേവനായ കേണം. പുഷ്കരോദ്ഭവപുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ. നല്ലതു വന്നിടുക നിനക്കു മഹീപതേ കല്യാണമതേ കരുണാനിധേ നരപതേ. ചിന്താചഞ്ചലനായ ചന്ദന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോടേകാന്തേ ചൊല്ലിയിടിനാൻ. എന്തു ചൊൽവതു ഗുരു നന്ദനൻ തന്നെ മമ സന്ധ്യജിച്ചിടുവതിനില്ലല്ലോ ശക്തിയൊട്ടും. എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ചു തനയനം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ. എന്തൊന്നു നല്ലതിപ്പോഴെന്നു നിന്തുരുവടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം. എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരപതേ. മാനുഷനല്ല രാമൻ മാനവശിഖാമണേ, മാനമില്ലാതെ പരമാത്മാവു സദാനന്ദൻ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമിഭാരത്തെ കളവാനായി നിന്നുടെ തനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിതു വൈകുണ്ഠൻ നാരായണൻ. നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥം മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി. നിന്നുടെ പത്നിയാവും അതിഥി കൗസല്യ കേളിരുവരും കൂടി സന്തതി ഉണ്ടാവാനായി ബഹുവത്സരമുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ മുഹുരാത്മനി വിഷ്ണു പൂജ ധ്യാനാദിയോടും ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു നീ വാങ്ങിക്കൊള്ളുക വരമെന്നാൻ. പുത്രനായി പിറക്കേണമെനിക്കു ഭവാനെന്നു സത്വരം അപേക്ഷിച്ച കാരണമിന്നു നാഥൻ. പുത്രനായി പിറന്നതു രാമനെന്നറിഞ്ഞാലും പ്രധീന്ദ്ര ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖുചക്രങ്ങളല്ലോ. ഭരതശത്രുഘ്നന്മാർ ശങ്ക കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായ ദേവിയും സീതയാൽ മിഥിലയിൽ യാഗവേലായമായോ അയോനിജയായുണ്ടായി വന്നു. ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടിയിടുവതിനെന്നറിഞ്ഞിടണം നീ. എത്രയും ഗുഹ്യമിതു വക്തവ്യമല്ലതാനും പുത്രനെ കൂടെ ചീടുക മടിയാതെ. സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം. രാമലക്ഷ്മണന്മാരെ കണ്ടു പൊയ്ക്കൊണ്ടാലുമെന്നാമോദം പൂണ്ടു നൽകി ഭൂപതിപുത്രന്മാരെ. വരിക രാമ രാമ ലക്ഷ്മണ വരികയെന്നരികെ ചേർത്തു മാറിലണച്ചു ഗാഠം ഗാഠം. ഉണർന്നു ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോവിനെന്ന് ഉര ചെയ്താൻ. ജനക ജനനിമാചരണം ഭുജം കൂപ്പി മുനിനായകൻ ഗുരുവാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ. വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ചാപതൂണീര ബാണഖഡ്ഗവാണികളായ ഭൂപതികുമാരന്മാരോടും കൗശിക മുനി യാത്രയുമേ മയപ്പിച്ച ആശീർവാദങ്ങളും ചൊല്ലി
തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ. മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസം ചെയ്തിട്ടരുളി ചെയ്തു മുനി. രാമ രാഘവ രാമ ലക്ഷ്മണ കുമാരകെ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ. ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതു മൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മ്യമേറുന്നൊരു വിദ്യകളി വരണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ ദേവനിർമ്മിതികളി വിദ്യകളെന്നു രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി. സുൽപിവാസാദികളും തീർന്ന് ബാലന്മാരുമായപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ. ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ. ജയശങ്കര. ജയശങ്കര, വളരെ സന്തോഷം ചേച്ചി. വളരെ ഭക്തിപൂർവം, വളരെ സാവധാനം പാരായണം ചെയ്ത് എല്ലാവർക്കും ഒപ്പം പാരായണം ചെയ്യാൻ കഴിയുന്നവണ്ണം പാരായണം ചെയ്ത നമ്മുടെ ചേച്ചിക്ക് വളരെ നന്ദി. അടുത്തതായിട്ട് താടകാവധം പാരായണം ചെയ്യുന്നതിലേക്ക് വെട്ടിക്കോട് യോഗക്ഷേമ സഭയുടെ പ്രസിഡന്റും നമ്മുടെ എല്ലാം പ്രിയങ്കരനുമായ, നമ്മുടെ സംഘടനയുമായി എന്ത് കാര്യത്തിന് പറഞ്ഞാലും അപ്പൊ തന്നെ സഹകരിക്കുന്ന ഗോവിന്ദ ശർമ്മജിയെ വളരെ ഭക്തിയാദരപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. താടകാവനം പ്രാപിച്ചീടിനോരനന്തരം മുതൽ പാരായണം ചെയ്യുന്നതിലേക്ക്. അപ്പോൾ ആ ഫോൺ ഒന്നുകൂടെ ഒന്ന് അടുപ്പിച്ച് വെക്കണം തോന്നുന്നു കേട്ടോ വേണുചേട്ടൻ. വേണുചേട്ടാ, ഫോൺ കുറച്ചും കൂടെ അടുത്തോട്ടൊന്ന് നീക്കി വെച്ചാലോ? ചേട്ടനെ കാണാൻ പറ്റില്ല. ഇപ്പൊ ശരിയായി, കാണാം. ക്ലിയർ ആവുന്നില്ല ചേട്ടാ, ക്ലിയർ ആവുന്നില്ല പാരായണം ചെയ്യുന്നത്. ജയശ്രീ ഫോൺ ഓൺ ആക്കിയിട്ടിരിക്കുന്നാണോ? ക്ലിയർ ആവുന്നില്ല. സംശയമുണ്ട് കേട്ടോ. ഇപ്പൊ ക്ലിയറാ. ചേട്ടാ, പാരായണം ചെയ്യുമ്പോൾ ക്ലിയർ അല്ല. അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ദൂരെ ഇരുന്നാ പാരായണം ചെയ്യുന്നേന്ന്. അതുകൊണ്ടാണ് ഇത്ര അടുത്തിരുന്ന. ഇപ്പൊ ക്ലിയർ ആണ്. ഫോൺ അടുപ്പിച്ച് വെച്ചാ മതി, ഫോൺ അടുപ്പിച്ച് വെച്ചാ മതി ചേട്ടാ. ചേട്ടാ, ഫോണിനോട് അടുത്തിരുന്ന വായിച്ചാട്ടെ. ഹലോ, ഇപ്പൊ കേക്കാവോ? വളരെ കേക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ ഓക്കെ. ആയിക്കോട്ടെ എല്ലാം.
താടകവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ, രാഘവാ സത്യപരാക്രമവാരിധേ രാമ പോകമാറിൽ ഈ വഴിയാരുമേതുകാലം കാടിനു കണ്ടായോ നീ കാമരൂപിണിയായ താടകാഭയങ്കരീ വാണിടം ദേശമല്ലോ. അവളെ പേടിച്ചാരും നേർവഴി നടത്തിയില്ല. ഭുവനവാസിജനം ഭുവനേശ്വര പോറ്റി കൊല്ലണമിവളെ നീ വല്ല ജാതിയുമതി ഇല്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പം മെല്ലെ ഒരു ചെറുഞാണൊരു ചെയ്തു രാമൻ. ലോകവും ഒന്ന് വിറച്ചിതു അതുനേരം ചെറുഞാണൊരു കേട്ടു കോപിച്ചു നിശാചരി തിരികെ വേഗത്തോടും അടുത്തു ഭക്ഷിപ്പാനായി. അന്നേരമൊരു ശരമയച്ചു രാഘവനും ചെന്നു താടകവാനിൽ കൊണ്ടിതു രാമബാണം. പാരതിൽ മല വിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാണല്ലോ. സ്വർണരത്ന ആഭരണഭൂഷിതഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ചരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവൻ. കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെ യജ്ഞമാശു രാഘവനും ഉപദേശിച്ചു. ലക്ഷണം ഈ നിർമ്മലന്മാരും കുമാരന്മാരും മുനീന്ദ്രനും രമ്യ താനേ തത്ര വസിച്ചു കാമ്യാശ്രമേ. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങി. നാരസ്തയാല് സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനി ബുദ്ധന്മാരെ വന്നിച്ചരാഭിനേരം. രാമലക്ഷ്മണന്മാരും വന്നിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്ത. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂർണ്ണകൾ ചെയ്തു. ഭവന്തിശിക്കയാകമി പാപം കൂടാതെ രക്ഷിച്ചിടുവാനേതും ദൈവം. ഉത്തരാചരേന്ദ്രന്മാരെ കാട്ടിഷ്ടം നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിധേ. യാഗവും ദീക്ഷിച്ചതു കൗശികനതുകാല മാഹമിച്ചതു നക്തഞ്ചരന്മാർ പിടയുടും. മധ്യാഹ്നകാലോന്മേൽഭവങ്ങൾ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിരം. പാരാതെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ. സുബാഹു വീരന്മാരെ പ്രയോഗിച്ചാൻ കൊന്നിതു സുബാഹു വാമനം. വാമനെ ഒരു ശരമ അന്നേരം മാരീജനും ഇടുകൊണ്ടോടിയതിനാൽ രാമബാണം പിന്നാലെ കൂടെ പിന്നനായി യോജനവാനവൻ. അന്നവൻ തന്നിൽ ചെന്നു വീണിതുമാരീജനു വന്നേ ചെന്നതു ദഹിപ്പാനായി. പിന്നെ മറ്റെങ്ങു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണമെന്ന ഭയം സുഖീടിനാൽ. ഭക്തവത്സലനഭയം കൊടുത്തത് മൂലം ഭക്തനായി വന്നാണെന്നു തുടങ്ങി മാരീജനം. സൗമിത്രിയും മറ്റുള്ള പടമെല്ലാം പൊന്നിതു സർവ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു സന്തോഷത്താൽ ദേവീ കുവികളും
ഘോഷിച്ചതു നേരം യക്ഷകിന്നരസിദ്ധ കാരണഗന്ധർവന്മാർ പൽക്ഷണീകൂപ്പി സ്തുതി കേട്ടുമാനന്ദിച്ച വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുണർന്നശ്രുപൂർണാർദ്ര ഇളനേത്രവത്മങ്ങളോടും ഉത്സംഗ ചേർത്തു പരമാശീർവാദവും ചെയ്തു വത്സന്മാരെയും ഭുജിപ്പിച്ചു വാത്സല്യത്താൽ ഇരുന്നു 3 ദിനമോരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികനായി അരുൾ ചെയ്തു 4-ാം ദിവസം പിന്നെ മുനി അരുത് വളരുന്നുള്ളതേതും ജനകമഹീപതീതങ്ങളുടെ മഹായജ്ഞമിനി വൈകാതെ കാണാൻ പോകാനം വത്സന്മാരെ ചെല്ലഴും ത്രയംബകമാകിയ ആഹേശ്വരവില്ലുണ്ടു വിദേഹ രാജ്യത്തിങ്കലിരിക്കുന്നു ശ്രീ മഹാദേവൻ തന്നെ വെച്ചിരിക്കുന്നു ഭൂമി ബാലേന്ദ്രന്മാരർച്ചിതനെ അനുദിനം സോമി ബാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ കാണണം മഹാതത്വമാകിയ ധനൂരത്നം പാവസേന്ദ്രന്മാരോടും ഈ വർണ്ണമരുൾ ചെയ്തു ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം തത്ര ശോമോണ്ടൊരു പുണ്യദേശം ആനന്ദപ്രദം ദിവ്യ പാദാവൃതാകൂസുമകളങ്ങളാൽ സർവമോഹനകരം എന്തു സഞ്ജയഹീനം എന്റെ കൗതുകം പൂണ്ട് വിശ്വാമിത്രനെ നോക്കി പുണ്ടരീക്ഷനും ചെയ്തു ആശ്രമപദാരി മനോഹരമാശ്രയോഗ്യം നാനാജന്തു സംഗീതം താനും എത്രയും ആഹ്ലാദമുണ്ടായിരു മനസ്സിനെ തത്വം എന്തെന്നരുൾ ചെയ്യണം തപോ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ജയശങ്കര. വളരെ ഭംഗിയായിട്ട് ചേട്ടൻ ഒരു കഥകളി പദങ്ങൾ ചൊല്ലുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ സംഗീതമൊക്കെ കൂടെ ചേർത്ത് തന്നെ വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്തു. വളരെ സന്തോഷം. അടുത്ത ഭാഗം അഹല്യമോക്ഷമാണ്. അഹല്യമോക്ഷം പാരായണം ചെയ്യുന്നതിലേക്ക് വെട്ടിക്കോടിൽ മേപ്പള്ളിയിലത്തെ ജയശ്രീയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. എന്നതു കേട്ടു വിശ്വാമിത്രനു മുര ചെയ്തു പന്നകശായിവരൻ തന്നോട് പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരാ നീ വാട്ടമില്ലാതെ തപസ്സുണ്ട ഗൗതമമുനി ഗംഗാരോധത്തിനല്ലോ ആശ്രമത്തിങ്കലത്ര മംഗളം വർത്തിച്ചിടും തപസ വാഴും കാലം ലോകേ ചന്ദിതസുതയായുള്ളോരകന്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്വം ഗൗതമമുനീന്ദ്രനു കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യ ഭർത്താക്കന്മാരാമവർ ഭർതൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമമുനീന്ദ്രനും തന്നുടെ പത്നിയായോരഹല്യയോടും ചേർന്നു പർണശാലയിലത്ര വർത്തിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുശ്യമനനും കുസുമായുധാവശനായ ചെന്തൊണ്ടിയുമായി മലരും പന്തൊക്കും മുലകളും പന്തമേറിയിടം തുടർ കാമ്പുമാസ്വദിപ്പതിനെന്തൊരു കഴിവന്നു ചിന്തിച്ചു ശതമകൻ ചെന്താർ ബാണാത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരകാപ്രീരൂപം ചിന്തിച്ചു അംഗാധനായി വന്നാലല്ലോ
അന്തരാത്മനെ വിഭുതേന്ദ്രനോവതിപ്പോൾ അന്തരം കൂടാതെ ഒരന്തരമെന്തോർത്തു ലോകേശാത്മജ സുധാ നന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ടിയാമാതീങ്കൽ സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരം അന്തരാപൂക്കാനുടെ യാന്തരേ പരവശാൽ സൂത്രമാവകന്യയെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തൻ ഉദയമൊട്ടടുത്തീരത്തു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്താരാധിക്കു മുനി ശ്രേഷ്ഠനെ വരാലപ്പോൾ വിത്രസ്തനായി എത്രയും വേഗതകൂടു നിന്നാൽ തന്നെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതി കോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നിൽക്കുനിൽ ആരാകുന്നത് എന്തിതു ദുഷ്ടാത്മാവേ ചൊല്ലുചെല്ലോടു നീ എല്ലാമേ പരമാർത്ഥം വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാൻ എന്തു മൂലം നിർലജ്ജനായ ഭവാൻ ഏതൊരു മഹാഭാവി സത്യമെന്നോട് ചൊല്ലിടറിഞ്ഞേരല്ലോ തവ വൃത്താന്തം പറയായിൽ ഭസ്മവാക്കുവനിപ്പോൾ ചൊല്ലിനായതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഹം വല്ലായ്മയെല്ലാം അകപ്പെട്ടിരു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പൊറുത്തുകൊള്ളേണമേ സഹസ്രഭകനായ ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം താപസേശ്വരനായ ഗൗതമന്റെ വേന്ദ്രനെ ശപിച്ചാശ്രമമകം പൂക്കപ്പോൾ അകല്യൻ പൂണ്ടു നിൽക്കുന്നത് കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നുകാരം ദുഷ്കൃതമൊടുങ്ങുവായി തിന്നു ചൊല്ലിടുവൻ നിഷ്കൃതിയായുള്ളൊരു ദുർധര മഹാവൃതം കാമകിങ്കരി ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം നീഹാരാധവമായു വർഷാദികളും ആഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാ ജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ കാനനദേശേ മദീവാസനീ മനോഹരേ ഇങ്ങനെ പല ദിവ്യസംവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നെള്ളും രാമദേവനു മനുജനും ശ്രീരാമപാദാംബോജ സ്പർശമുണ്ടായിടുന്നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു മുമ്പിട്ടുകൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു ഭൂതമാനസയായ ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി ഹിമവൽ പാശം പൂക്കാൻ അമ്മുകൊട്ടിവിടെ വാണിടിനാളകയും നിന്റെ മനസ്സിൽ ചെന്തളിർ പൊടിയേൽപ്പാൻ എന്തൊരു കഴിവന്നു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു സന്തോഷ സന്താനമേ സീതാമണി ആരാലും കണ്ടുകൂടാതൊരു പാഷാണാങ്കിയാൽ ഘോരമാം തപസ്സൊടും ഇവിടെ വസിക്കുന്നു ബ്രഹ്മനന്ദിനിയായ ഗൗതമ പത്നിയുടെ കന്മഷമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാദേവി എന്നാൽ ഗാതിനന്ദനൻ ദാശരഥിയോടെ പറഞ്ഞാശു തൃക്കയ്യും പിടിച്ചുടലാങ്ങനെ തുടച്ചാങ്ങണം പൂക്കാൻ ഉഗ്രമാം തപസ്സൊരു വിധിക്കും ശിലാരൂപമഗ്രേ കാഞ്ചെന്നു കാട്ടിക്കൊടുത്തു മുൻവരൻ ശ്രീപാദാംബുജം മെല്ലെ വെച്ച് രാമദേവൻ ശ്രീവതി രഘുപതി കൽപ്പതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞ ആമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനി പത്നിയെ വണങ്ങിനാൽ അന്നേരം നാഥൻ തന്നെ കാണായിതകല്യയ്ക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസന്ദയം സോദരനോടും ശാപനാശനകരനായ ഒരു ദേവൻ തന്നെ ശാപപാഠങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സ ഭക്ഷത്തോടും സുസ്മിതവസ്ത്രത്തോടും ശ്രീവാസാംബുജദല നേത്രത്തോടും വാസവാ നീലമണി സംഘാശഗാത്രത്തോടും വാസവാദ്യമരോഹ വന്ദിത പാദത്തോടും
പത്തുദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സരൻ തന്നെ കാണായിതഹല്യയ്ക്കും തന്നുടെ ഭർത്താവായ ഗൗതമതബോധനൻ തന്നോട് മുര ചെയ്തതോർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥൻ ആർണജ വിലോചനൻ പത്മജ മനോഹരൻ യുദ്ധമാത്മനി ചിന്തിച്ചുത്ഥാനം ചെയ്തു സത്വരമർഖ്യാദികൾ കൊണ്ട് പൂജിച്ചിടിനാൽ സന്തോഷാശ്രുക്കൾ ഒഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു വേണ്ട നമസ്കാരവും ഉത്തകാമ്പികലേറ്റം വർത്തിച്ചു ഭക്തിയോടും ഉത്ഥാനം ചെയ്തു മുരഞ്ജനീരത്തോടും വ്യക്തമായൊരു കുളകാന്തിക ദേഹത്തോടും വ്യക്തമല്ലാതവ കവഞ്ഞ ഗദ്ഗത വർണ്ണത്തോടും അദ്വയനായോ അനാദ്യ സ്വരൂപനെ കണ്ടു സദ്യോജാതന ആനന്ദാബ്ദി മഗ്നായി സ്തുതി ചെയ്താൽ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. വളരെ സന്തോഷം ജയശ്രീ. രണ്ടുപേരും വളരെ ഭംഗിയായി പാരായണം ചെയ്തു. പഴയ കാലത്ത് രാമായണം വായിക്കുന്ന അതേ ഈണത്തിലാണ് ജയശ്രീ വായിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷം തരുന്നു. ഇവരൊക്കെ തന്നെ ഇന്ന് പാരായണം ചെയ്യുന്നവരെല്ലാം തന്നെ എല്ലാ വർഷവും നമ്മുടെ സംഘടനയിൽ പാരായണം ചെയ്യാൻ വരുന്നവർ തന്നെയാണ്, നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. അടുത്തതായി അഹല്യാസ്തുതിയാണ്. അഹല്യാസ്തുതി പാരായണം ചെയ്യുന്നതിലേക്ക് ജയശ്രീ ചേച്ചിയെ, യോഗക്ഷേമ സഭയുടെ വനിതാ പ്രസിഡന്റ് വരെ ആയിരുന്ന ഇപ്പോ ജില്ലാ സെക്രട്ടറിയായ ജയശ്രീ ചേച്ചിയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ജയശ്രീ ചേച്ചി നമസ്കാരം. നമസ്തേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ, നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. അഹല്യാസ്തുതി. ജ്ഞാനകോ കൃതാർത്ഥയായേൻ ജഗന്നാഥ, നിന്നെ കാണായി വന്നതു മൂലമത്രയുമല്ല ചൊല്ലാം. പത്മജരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മസംലഗ്നപാം സുലേശമെന്നെനിക്കല്ലോ, സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേകത്താൽ അതിനെത്തുമോ ബഹുകൽപ്പകാലമാരാധിച്ചാലും. ചിത്രം എത്രയും തവ ചേഷ്ടിതം ജഗൽപതേ, മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്നിദേവം. ആനന്ദമയനായോരതിമായികൻ പൂർണ്ണൻ, ജ്ഞാനാതിരേകശൂന്യൻ അനചലനല്ലോ ഭവാൻ. ത്വൽപാദാംബുജപാം സുപവിത്രാ ഭാഗീരഥി, സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വൽപ്രഭാവത്താലല്ലോ. സിദ്ധിച്ചേനല്ലോ ഞാനും ത്വൽപാദസ്പർശമിപ്പോൾ. പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ, തൽക്കണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു. മർത്യനായി അവതരിച്ചോരു പുരുഷം ദേവം, ചിത്തമോഹനം രമണീയ ദേഹിനം രാമം, ശുദ്ധമത്ഭുതവീര്യം സുന്ദരം ധനുദ്ധരം, തത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം. നിത്യമവ്യയം ഭജിച്ചിടുന്നേനി നിത്യം,
ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. യാതൊരു പാദാംബുജമാരായിന്നിതു വേദം, യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനും, യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ. ചേതസാതൽ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും, പാർവതീരമണനും ഭാരതീദേവിതാനും, ബ്രഹ്മലോകത്തിങ്ക നിന്നന്നുഭം കീർത്തിക്കുന്നു. കൽമഷഹരം രാമചരിതം രസായനം, കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി, രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ. ആദ്യനദ്വയനേകനവ്യക്തനാകുലൻ, വേദ്യനല്ലാരാലുമെന്നാലും വേദാന്ത വേദ്യൻ, പരമൻ പരാപരൻ പരമാത്മാവു പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ, പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി, ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കലനുഗ്രഹത്തെ വരുത്തുവാൻ. അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്ത്യാ ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ. സ്വതന്ത്രൻ പരിപൂർണൻ ആനന്ദൻ ആത്മാരാമനതന്ത്രൻ, നിജമായ ഗുണബിംബിതനായി ജഗതുത്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാനഖണ്ഡൻ, ബ്രഹ്മവിഷ്ണു രുദ്രനാമങ്ങൾ പൂണ്ടു വേദരൂപങ്ങൾ കൈക്കൊണ്ടോരു നിർഗുണമൂർത്തി വേദാന്ത വേദ്യൻ മമ ചേതസി വസിക്കണം. രാമാരാഘവ പാദ പങ്കജം നമോസ്തുതേ. ശ്രീമയം ശ്രീദേവി വാണിദ്വയ പത്മാർച്ചിതം, മാനഹീനന്മാരാം ദിവ്യന്മാരാലനുധ്യേയം, മാനാർത്ഥം മുന്നിലകമാക്രാന്ത ജഗത്രയം, ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം, നിർമ്മലം ശംഖചക്രകലിശമത്സ്യാങ്കിതം, മന്മനോനികേതനാം കൽമഷവിനാശനം, നിർമ്മലാത്മനാം പരമാസ്പദം നമോസ്തുതേ. ജഗദാശ്രയം ഭവാൻ ജഗത്തായതും ഭവാൻ, ജഗദമാദിഭൂതനായതും ഭവാനല്ലോ, സർവഭൂതങ്ങളിലും ആസക്തനല്ലോ ഭവാൻ, നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ, അജനവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ, വചസാം വിഷയമല്ലാതോരാനന്ദമല്ലോ, വാച്യവാചകോ ഭയഭേദേന ജഗന്മയൻ, വാച്യനായി വരേണമേ വാക്കിനു സദാ മമ. കാര്യകാരണ കർത്തൃഫല സാധന ഭേദം, മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു, കേവലമെന്നാകിലും നിന്തിരുവടിയതു സേവകന്മാർക്കു പോലും അറിവാനരുതല്ലോ. ത്വന്മായാ വിമോഹിത ചേത സാമജ്ഞാനിനാം, ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ. മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ, മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ, പുറത്തുമകത്തുമെല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ. ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ, ബുദ്ധനവ്യക്തൻ ശാന്തനസംഗൻ നിരാകാരൻ, സത്വാദിഗുണത്രയുക്തയാം ശക്തിയുക്തൻ, സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ, ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ, സക്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ, തത്വധാരാത്മാദേവൻ സകല ജഗന്മയൻ, തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ, നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ, നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ, സത്യജ്ഞാനാനന്ദാനന്ദാമൃതാത്മകൻ പരൻ, സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ, വിഭൂ സച്ചിത് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ, അച്യുതനാദിനാഥൻ സർവദേവതാമയൻ,
നിന്തിരുവടിയായതെത്രയും മൂഢാത്മാവായ അന്ധയായുള്ളോരു ഞാൻ എങ്ങനെ അറിയുന്നു. നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ. എത്ര കത്രാഭിവസിച്ചിടിലുമെല്ലാ നാളും പൊൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണമെന്നൊഴിഞ്ഞവരം ഞാൻ അർത്ഥിച്ചിടുന്നേയില്ല. നമസ്തേ നമോ നമ. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു. നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ. നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ. നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ. സമസ്തകർമാർപ്പണം ഭവതി കരോമി ഞാൻ. സമസ്താപരാധം ക്ഷമസ്വ ജഗൽപതേ. ജനന മരണ ദുഃഖാപഹം ജഗന്നാഥം ദീനനായക കോടി സദൃശപ്രഭം രാമം. കരസാരസയുഗ സുഹൃത ചരചാപം കരുണാകരം കാളജലദഭാസം രാമം. ജനകരുചിര ദിവ്യാംബരം രമാവരം കനകോജ്വലരത്നകുണ്ടലാഞ്ചിതഗണ്ഡം കമലതലലോല വിമലവിലോചനം കമലോത്ഭവനതം മാനസാരാമമീഢേ. പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം. പുരുഷോത്തമം ഗോപ്യസ്തുതിച്ചാൾ ഭക്തിയോടെ. ലോകേശാത്മജയാകമഹല്യതാനും പിന്നെ ലോകേശ്വരനനുജ്ഞയാ പോയിതു പവിത്രയായി. ഗൗതമനായ തന്റെ പതിയെ പ്രാപിച്ചുടനാധിയും തീർത്തു വസിച്ചിടിനാളഹല്യയും. സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും തിച്ചുടൻ പരമം പരബ്രഹ്മാനന്ദം പ്രാപിക്കുകയുമത്രയല്ല വരുമൈഹിക സൗഖ്യം പുരുഷന്മാർക്ക്. ൗഹിക സൗഖ്യം പുരുഷന്മാർക്കു നൂനം ഭക്ത്യാനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചിടിൽ സാധിക്കും സകലവും. പുത്രാർത്ഥി ജപിക്കലോ നല്ല പുത്രന്മാരുണ്ടാം. അർത്ഥാർത്ഥി ജപിച്ചിടിലർത്ഥവുമേറ്റമുണ്ടാം. ഗുരുതൽപകൻ കനകസ്ഥേയി സുരാപൈ ധരണീസുരഹന്താ പിതൃമാതൃകാ ഭോഗി. പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം. ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്ത്യാ ജപിച്ചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം. സദൃത്തെന്നായിടിൽ പറയണമോ മോക്ഷം. സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ല ഏതും. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമം. വളരെ സന്തോഷം ജയശ്രീ ചേച്ചി, വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്തു. എല്ലാവർക്കും ഒപ്പം പാരായണം ചെയ്യാനുള്ള അവസരം അതുകൊണ്ട് കിട്ടി. വളരെ സന്തോഷം. അങ്ങനെ ഇന്നത്തെ പാരായണ ഭാഗം ഇവിടെ പര്യവസാനിച്ചിരിക്കുകയാണ്. പാരായണം ചെയ്ത ഭാഗം ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നതിനായിട്ട് സരസ്വതി ചേച്ചിയെ കായേന വാച ചൊല്ലി സമർപ്പിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ചേച്ചി ചോദ്യോത്തരം ഇല്ലയോ? ഉണ്ട്, നമുക്കിതങ്ങ് സമർപ്പിച്ചിട്ട് നമുക്ക് കഥ പറയാം. ഓ ശരി ശരി. ആ. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം ശ്രീ നാരായണായേതി
സമർപ്പയാമി. ശങ്കര. വളരെ സന്തോഷം ചേച്ചി, ഉറക്കവും കുറിച്ചു, സമർപ്പണവും നടത്തി. അടുത്തതായിട്ട് നമുക്ക് ഇന്ന് പാരായണം ചെയ്ത ഭാഗത്തെക്കുറിച്ച് ഒന്ന് വിശകലനം ചെയ്യാം. യാഗരക്ഷയോടുകൂടിയാണ് ഇന്നത്തെ ഭാഗം തുടങ്ങിയത്. അങ്ങനെ കുമാരന്മാര് രാജകൊട്ടാരത്തില് വിദ്യാഭ്യാസവും എല്ലാം കഴിഞ്ഞ് സുഖമായിട്ട് അങ്ങനെ കഴിയുകയാണ്. വിദ്യാഭ്യാസം നടത്തിയാൽ തന്നെ പോരായില്ല, അതൊന്ന് പ്രാക്ടീസ് ചെയ്യുകയും കൂടെ വേണമല്ലോ എന്ന് ഉദ്ദേശിച്ചായിരിക്കും വിശ്വാമിത്ര മഹർഷി ആ കാലത്ത് അവിടെ എത്തുകയാണ്. ത്രികാലജ്ഞാനിയാണ്. അദ്ദേഹത്തിന് അറിയാം ദശരഥ മഹാരാജാവിന്റെ പുത്രനായിട്ട് ഭഗവാൻ നാരായണൻ രാമനായി അവിടെ അവതരിച്ചിട്ടുണ്ടെന്നറിയാം. അദ്ദേഹത്തെ കാണണം എന്ന്, ആ ഭഗവാനെ കണ്ട് വന്ദിക്കുന്നതിനുള്ള അവസരമായിട്ടാണ് വിശ്വാമിത്രൻ വരുന്നത്. ഒപ്പം എല്ലാ കാര്യത്തിനും ഒരു കാരണം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ പോലെ ശ്രീരാമൻ വനവാസത്തിന് പോയി, യാഗരക്ഷയ്ക്കായി പോയി, അതുവഴി ജനകാലയത്തിലെത്തി സീതാദേവിയെ പരിണയിക്കണം. ഇതൊക്കെ വിശ്വാമിത്രൻ അറിയാം, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന്. അപ്പൊ ആ ഒരൊക്കെയുള്ള കാരണങ്ങൾ വെച്ചിട്ട് വിശ്വാമിത്രനെ അയോധ്യയിലേക്ക് വരികയാണ്. അങ്ങനെ രാജകൊട്ടാരത്തിലേക്ക് വരുന്ന വിശ്വാമിത്രനെ കണ്ടുകൊണ്ട് വസിഷ്ഠ മഹർഷിയോടൊപ്പം തന്നെ ചെന്ന് ദശരഥ മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയെ സ്വീകരിക്കുകയാണ്. സ്വീകരിച്ചു കൊണ്ടുവന്ന് പൂജാവിധികളെല്ലാം ചെയ്ത് ആസനസ്ഥനാക്കിയതിനു ശേഷം നിന്നുകൊണ്ട് തന്നെ ആ ഭക്തിയാദരപൂർവം മുനിയോടൊപ്പം ഇരിക്കാതെ, താൻ രാജാവാണ് എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ ഇരിക്കാം. ഇവിടെ നമുക്കത് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. വന്ദിച്ചു നിന്നു ഭക്തിയ എന്ന്, ഭക്തി പുരസരം നിന്നുകൊണ്ട് തന്നെ മഹാരാജാവ് ചോദിക്കുകയാണ്, അങ്ങ് ഈ രാജകൊട്ടാരത്തിൽ എഴുന്നള്ളിയത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും പവിത്രമായി. കാരണം ഇങ്ങനെയുള്ള മുനിശ്രേഷ്ഠന്മാർ എത്തുന്നിടം തന്നെ തീർത്ഥമായി തീരുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ അയോധ്യാപുരിയെ, ഈ രാജകൊട്ടാരത്തെ ഒക്കെ പവിത്രമാക്കുകയാണ് മഹർഷിയുടെ വരവോടുകൂടി സംഭവിച്ചത് എന്ന് ഭക്തിയോടുകൂടി പറഞ്ഞിട്ട്, അങ്ങയുടെ ആഗമനോദ്ദേശം എന്താണ്, അത് തീർച്ചയായും സാധിച്ചു തരാമെന്ന് പറയുന്നു. അങ്ങനെ പറയാൻ പാടുണ്ടോ? കാര്യം എന്തുവാണെന്നറിയാതെ, ഇവിടെ കാര്യം എന്താണെന്നൊന്നും അറിയുന്നില്ല, എന്താണ് ചോദിക്കാൻ പോകുന്നതെന്നും അറിയത്തില്ല. ദശരഥൻ നേരെ അങ്ങ് പറയുകയാണ്, എന്ത് കാര്യത്തിന് വന്നതാണേലും ഞാനത് യാതൊരു മടിയും കൂടാതെ, എന്നാലാകുന്നതെല്ലാം ചെയ്യുവേൻ ഞാൻ മടിയാതെ എന്നങ്ങ് പറയുക. ഇനിയിപ്പൊ എന്ത് ചോദിച്ചാലും ചെയ്തു. കാരണം നിസ്സാരപ്പെട്ട നമ്മളെ പോലെ ഒരു സാധാരണ വ്യക്തിയല്ല ദശരഥൻ, ഒരു ചക്രവർത്തിയാണ്, ദശരഥനാണ്. 10 ദിക്കിലേക്ക് ദശരഥങ്ങളെ ഓടിക്കാൻ കഴിവുള്ള അത്ര പ്രാപ്തിയുള്ള രാജാവാണ്. ദേവന്മാര് പോലും ദേവാസുര യുദ്ധത്തിൽ സഹായം തേടി ദശരഥനെ കൊണ്ടുപോയിട്ടുള്ളതാണ് ദേവലോകത്തേക്ക്. അങ്ങനെയുള്ള ഒരാള് പറയുന്ന വാക്കിന് വിലയില്ലയോ? അങ്ങനൊക്കെ കയറി പറയാമോ? ഇവിടെ അങ്ങനെ പറഞ്ഞു. അപ്പൊ പിന്നെ രാജാവിന്റെ വാക്കിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വിശ്വാമിത്രൻ പറയുകയാണ്, എന്തിനാണ് വന്നത്? ഞാന് അമാവാസി തോറും പിതൃദേവാദികളെ പ്രീതിപ്പെടുത്തുന്നതിലേക്ക് യാഗം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്ന് യാഗം ചെയ്യാൻ പോകുന്നോ അന്നേരമൊക്കെ യാഗത്തെ മുടക്കിക്കൊണ്ട് അതിൽ അശുദ്ധമായ കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് മാരീചൻ, സുബാഹു തുടങ്ങിയതായ രാക്ഷസപ്പടകള് ആ യാഗത്തെ മുടക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഇതുവരെ ഒരു യാഗം പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആ യാഗത്തെ രക്ഷിക്കുന്നതിനായിട്ട് ശ്രീരാമനെ എന്നോടൊപ്പം വനത്തിലേക്ക് വിടണം എന്ന് പറയുന്നു. അപ്പൊ രാജാവിന് ഒപ്പം കൂടെ ലക്ഷ്മണനെയും. രാജാവിനെ സംബന്ധിച്ച് വളരെ വർഷങ്ങളായിട്ട് മക്കളില്ലാതിരുന്ന് പുത്രകാമേഷ്ടി യാഗമൊക്കെ നടത്തിയുണ്ടായ ഒരു പുത്രനാണ് രാമൻ. ആ രാമനെ പിരിഞ്ഞിരിക്കുക എന്നുള്ളത് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പോരായെങ്കിൽ പിരിഞ്ഞിരിക്കുക വേറൊരു രാജകൊട്ടാരത്തിലേക്കൊന്നും അല്ലല്ലോ കൊണ്ടുപോകുന്നത്, വനത്തിലേക്കാ കൊണ്ടുപോകുന്നതിന്റെ ഉദ്ദേശം എന്തുവാ? മാരീച സുബാഹുക്കളാകുന്ന രാക്ഷസപ്പടയോട് യുദ്ധം ചെയ്യാൻ. ഈ രാക്ഷസന്മാരുടെ ശക്തിയൊക്കെ ദശരഥന് നന്നായിട്ടറിയാം. അപ്പം വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്, പിന്നെ ഞാൻ തന്നെ വരാം,
ഈ രാജന്മാരോട് രാജാവിനെ സംബന്ധിച്ച് നമ്മളൊക്കെ അച്ഛനമ്മമാർക്ക് മക്കൾ എപ്പോഴും കുഞ്ഞുങ്ങൾ തന്നെ, എത്ര വളർന്നാലും അവരെ കുഞ്ഞുങ്ങളാണെന്നാ തോന്നുന്നത്. ഇതുപോലെ ദശരഥൻ ഇത് എല്ലാ ആയുധ ശസ്ത്രങ്ങളും പഠിച്ച് വളരെ ബഹുമിടുക്കനായിട്ട് വന്ന ആളാണ് ശ്രീരാമൻ. എന്നാൽ പോലും ദശരഥനെ സംബന്ധിച്ച് വനത്തില് പോയി രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യാൻ എതിർക്കാനുള്ള ശക്തിയൊക്കെ കുഞ്ഞിനുണ്ടോ എന്നുള്ള ഭയം, അവൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം. അതുകൊണ്ട് രാജാവ് പറഞ്ഞു, വിശ്വാമിത്ര മഹർഷി മോൻ തന്നെ വരണമെന്നുണ്ടോ? ഞാൻ വന്ന് അങ്ങ് പറയുന്ന എല്ലാം ചെയ്യാമെന്ന്. ഇവിടെ നമുക്ക് വേറൊരു കാര്യവും ചിന്തിക്കാം. എന്തായിരിക്കും? ഇത്രയും തപശക്തിയുള്ള വിശ്വാമിത്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിശ്വാമിത്രൻ ബ്രഹ്മർഷിയാണ്. വിശ്വാമിത്രൻ പണ്ട് കാലത്ത് ഒരു രാജാവായിരുന്നു. എല്ലാ കഴിവുകളുമുള്ള വീരശൂര പരാക്രമിയായ വളരെ നല്ല ഒരു രാജാവായിരുന്നു. വളരെ സാത്വികനായ ഒരു രാജാവായിരുന്നു. അദ്ദേഹം ഒരിക്കല് നായാട്ടിനായിട്ട് വനത്തിൽ പോകുന്നുണ്ട്. അങ്ങനെ വനത്തിൽ പോകുമ്പോ വാൽമീകി രാമായണത്തിൽ പറയുന്ന ഒരു കഥയാണ്. അപ്പം വനത്തിൽ പോകുമ്പോഴേ അവിടെ വെച്ച് വസിഷ്ഠ മഹർഷിയുടെ ഒരു ആശ്രമം കാണുകയും അവിടോട്ട് ചെല്ലുകയും ചെയ്യുന്നു. അപ്പൊ വസിഷ്ഠ മഹർഷി ആവട്ടെ വനത്തിൽ ഒരു ചെറിയൊരു പുല്ലുമേഞ്ഞ ഒരു ആശ്രമത്തിലാണ് വസിഷ്ഠൻ എന്ന് അവിടെ താമസിക്കുന്നത്, തപസ് ചെയ്യുക. അപ്പം ഈ വിശ്വാമിത്ര മഹാരാജാവും പരിവാരങ്ങളും ഒക്കെ ആയിട്ട് അങ്ങോട്ട് ചെന്നപ്പോഴ് പെട്ടെന്ന് ആ ഭാഗം മൊത്തം അങ്ങ് മാറി, ദേവലോക സമാനമായി. മരങ്ങളെല്ലാം മാറി ദേവസുന്ദരികളായി. എന്നിട്ട് ഭക്ഷിക്കാനോ നല്ല കൊട്ടാരങ്ങൾ എല്ലാമായി. എന്നിട്ട് ഭക്ഷിക്കാൻ വളരെ അമൃതിന് തുല്യമായ ഭക്ഷണ പാനീയങ്ങളാണ് കൊടുത്തത്. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ ഈ വിശ്വാമിത്ര രാജാവിന് തോന്നി, ഇതെന്തൊരു അത്ഭുതം, ശരിക്കും ഇത് ഒരു വനമാണല്ലോ, ഈ വനത്തിൽ ഇതൊക്കെ എങ്ങനെ സാധിച്ചു? വിശ്വാമിത്രൻ അപ്പോഴ് രാജാവാണല്ലോ, രാജാവ് വസിഷ്ഠ മുനിയോട് ചോദിച്ചു, ഇതെങ്ങനെ അങ്ങക്ക് ഇതൊക്കെ കഴിഞ്ഞതെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഇത് ഞാനൊന്നും അല്ല ചെയ്യുന്നത്, ഇവിടെ കാമധേനു എന്ന് പറഞ്ഞ ഒരു പശുവുണ്ട്, ആ പശുവാണ് ഇതൊക്കെ ആ ധേനുവാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പൊ രാജാവ് ചോദിച്ചു, എന്നെങ്കിലേ രാജാവിന്റെ കൊട്ടാരത്തിലാണല്ലോ ഇങ്ങനെയുള്ളതൊക്കെ ഇരിക്കേണ്ടത്, അതുകൊണ്ട് കാമധേനുവിനെ എനിക്ക് തരാൻ പറഞ്ഞു. അപ്പൊ വസിഷ്ഠ മഹർഷി പറഞ്ഞു, അതൊന്നും പറ്റിയില്ല, ഇപ്പൊ കാമധേനുവിനെ ഞാനായിട്ടൊന്നും പറഞ്ഞ് ചെയ്യിക്കുന്നതല്ല, കാമധേനു സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇതൊക്കെ ചെയ്യുന്നത്, അങ്ങ് കൊണ്ടുപോവാണെങ്കിൽ അവള് വരുമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അപ്പം വിശ്വാമിത്ര രാജാവ് ഈ കാമധേനുവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കും. അപ്പം പിടിച്ചു കെട്ടിക്കൊണ്ട് പോകാം എന്ന് അനുചരന്മാരോട് പറയുന്ന മാത്രയിൽ തന്നെ ഈ കാമധേനുവിൽ നിന്റെ ശരീരത്തിൽ നിന്ന് ഒരു സംഘം പടകള് യോദ്ധാക്കള് പുറത്തു വരികയും അവരെ വിശ്വാമിത്രനെയും ആ സംഘങ്ങളെയും പരിചാരകരെയും എല്ലാം തോൽപ്പിച്ച് ഓടിക്കുകയും ചെയ്യുന്നു. അപ്പം വിശ്വാമിത്രന് മനസ്സിലായി, തൻ്റെ ക്ഷത്രിയ ശക്തിയേക്കാൾ തപശക്തിക്കാണ് ശക്തി, വീര്യം കൂടുതലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാജ്യവും രാജ്യഭാരവും എല്ലാം ഉപേക്ഷിച്ചിട്ട് നേരെ പോയി കൈലാസത്തിലെത്തി മഹാദേവനെ തപസ് ചെയ്യുക. അങ്ങനെ മഹാദേവനെ തപസ് ചെയ്ത് വരങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നല്ല തപശക്തിയൊക്കെ വാങ്ങിച്ച് മഹർഷിയായി. അങ്ങനെ വാൽമീകി മഹർഷിയായി. എന്നാലും തൃപ്തിയാവാഞ്ഞിട്ട് പിന്നെയും വളരെ കാലം ബ്രഹ്മാവിനെയും തപസ് ചെയ്ത് ബ്രഹ്മർഷിയായി. അങ്ങനെ വളരെ ശക്തി, വളരെ ത്രികാലജ്ഞാനിയും വളരെ ആധ്യാത്മികമായിട്ട് വളരെയധികം ഉയർന്ന തലത്തിലുള്ള ആളുമാണ് വിശ്വാമിത്ര മഹർഷി. ആ വിശ്വാമിത്ര മഹർഷിക്ക് വേണമെങ്കിൽ ഈ മാരീചനെയും സുബാഹുവിനെയും അതുപോലെ തന്നെ ഈ രാക്ഷസ പടകളെയൊക്കെ നിമിഷാർത്ഥം കൊണ്ട് വധിക്കാൻ പറ്റും. പിന്നെന്താണ് വധിക്കാത്തത്? മഹർഷിമാരുടെ ജോലി അതല്ല. ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട്. നമ്മുടെ വേദങ്ങളില് ധർമ്മം, ഓരോരുത്തർക്കും ഓരോ ധർമ്മം, രാജധർമ്മം, മുനിയുടെ ധർമ്മം, പിതാവിന്റെ ധർമ്മം, മാതാവിന്റെ ധർമ്മം, ഇങ്ങനെ ഓരോ ധർമ്മങ്ങൾ വിധിച്ചിട്ടുണ്ട്. ഇവിടെ മഹർഷി ആയിരിക്കുന്നിടത്തോളം വിശ്വാമിത്രനെ ഇവരെ ഒന്നും വധിക്കാൻ പറ്റിയില്ല. വധിക്കുന്നത് ശരിയല്ല, അത് ധർമ്മമല്ല. എന്നാൽ രാജാവിന് അതൊക്കെ ചെയ്യാം. ഒരു രാജ്യത്തെ രാജാവിന്റെ ധർമ്മമാണ് യാഗ യജ്ഞ ഹോമാദികളൊക്കെ നടത്തുന്നവരെ, രാജ്യരക്ഷയ്ക്കായി ഈവകളൊക്കെ ചെയ്യുന്നവരെ സംരക്ഷിക്കുക, ഇതൊക്കെ നടത്താനുള്ള അവസരങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക, ഭൗതികമായ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കൊടുക്കുക എന്നുള്ളത് രാജധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം രാജാവ് തന്നെയാണല്ലോ ഇത് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയാണ് ഇവിടെ വന്നത്. അങ്ങനെ വന്ന് വിളിക്കുന്നു. അപ്പൊ പെട്ടെന്ന് രാജാവ് അങ്ങനെ പറയുമ്പോഴേ പെട്ടെന്ന് രാജാവിന് തോന്നും, എന്താണ് ഞാൻ ചെയ്യേണ്ടത്?
കൂടെ വിട്ടാല് മക്കൾക്ക് ദോഷമായി തീർന്നേക്കാം. ഇനിയും വിട്ടില്ലെങ്കിലോ വിശ്വാമിത്രൻ ശപിച്ചേക്കാം. എന്തു ചെയ്യും? അപ്പം രാജാവ് യഥാർത്ഥ ഗുരു, തന്റെ ഗുരുവായ വസിഷ്ഠനോട് ഉപദേശം തേടുന്നു. അപ്പൊ ഉപദേശം തേടുമ്പം ഇപ്പോഴത്തെ മന്ത്രിമാരുടെയൊക്കെ ഉപദേശക വൃന്ദത്തിന്റെ കൂട്ടല്ല, ശരിയായ അറിവുള്ള ആളാണ് അന്നൊക്കെ കുലഗുരുവായിട്ട് ഇരിക്കുന്നത്. അപ്പം എന്താണ് രാജ്യത്തിനും രാജാവിനും എല്ലാവർക്കും ഉചിതമായിട്ടുള്ളത് എന്നുള്ളത് എല്ലാ വശങ്ങളും ചിന്തിച്ച് ശരിയായ ഒരു ഉത്തരത്തിൽ എത്തിച്ചേരാൻ അന്നത്തെ ഈ ഋഷീശ്വരന്മാർക്ക് കഴിയുമായിരുന്നു. പോരായെങ്കിൽ അവർ ത്രികാലജ്ഞാനികളാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ വസിഷ്ഠ മഹർഷി ദശരഥനോട് രാമതത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇതുപോലെ കശ്യപനും അതിഥിയുമായിരുന്നു കൗസല്യയും ദശരഥനും. അങ്ങനെ വളരെ കാലം തപസ് ചെയ്ത് ഭഗവാൻ പുത്രനായി പിറക്കണമെന്ന് വരം വാങ്ങിച്ചു. അങ്ങനെ ഭഗവാൻ നാരായണൻ ഈ ജന്മത്തിൽ അവര് ദശരഥനും കൗസല്യയുമായിട്ട് വന്നപ്പോ രാമനായി അവർക്ക് മകനായി അവതരിച്ചിരിക്കുന്നതാണ്. ഒപ്പം ഭൂഭാരം തീർക്കുക എന്നുള്ള ഉദ്ദേശവുമുണ്ട്. രാവണാദി രാക്ഷസരെ നിഗ്രഹിച്ച് ഭൂഭാരം തീർക്കുക എന്നുള്ള ഉദ്ദേശവുമുണ്ട്. കൂടാതെ എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ രാമൻ യഥാർത്ഥത്തിൽ ഭഗവാൻ പരമാത്മാവ് സന്ദ്രാനന്ദാവബോധമായ ആ ഭഗവാൻ നാരായണൻ തന്നെ എന്ന് കണ്ട് രാജാവിന് ഭയം മാറിയിട്ട് രാജാവ് സമ്മതിക്കുകയാണ്. അങ്ങനെ രാജാവ് കുഞ്ഞുങ്ങളെ രാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്രനൊപ്പം പറഞ്ഞയക്കുകയാണ്. അപ്പോൾ രാമനും ലക്ഷ്മണനും അമ്മമാരുടെയും അച്ഛന്റെയും ഗുരുക്കന്മാരുടെയും എല്ലാം അനുഗ്രഹം വാങ്ങിയിട്ട് വിശ്വാമിത്രനൊപ്പം വിശ്വാമിത്രന്റെ ആശ്രമമായ സിദ്ധാശ്രമത്തിലേക്ക് വനയാത്രയ്ക്കായി പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് അവരങ്ങനെ പോകുമ്പോഴത്തേക്ക് ആ യാത്രയിൽ വിശ്വാമിത്രൻ കുമാരന്മാർക്ക് ധാരാളം മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ പല അസ്ത്രാദികൾ പ്രയോഗിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ സത്സംഗം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ഈ വസിഷ്ഠ മഹാമുനിയിൽ നിന്ന് എല്ലാം പഠിച്ചതാണെങ്കിൽ പോലും വിശ്വാമിത്രന്റെ സത്സംഗം കൊണ്ട് ധാരാളം കാര്യങ്ങൾ ഈ ഒരു കാലയളവിൽ രാമലക്ഷ്മണന്മാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഇതൊക്കെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, ഇപ്പൊ നമ്മൾ വനത്തിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്, വനത്തിലാണ് താമസം. അപ്പൊ നിങ്ങൾക്ക് ദാഹവും വിശപ്പും ഒക്കെ ഉണ്ടായേക്കാം. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ബല അതിബല എന്ന 2 മഹാമന്ത്രങ്ങളെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ ബലയും അതിബലയും അവർക്ക് ദേവനിർമ്മിതികളായ 2 വിദ്യകളാണ്. അവയെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അവര് അങ്ങനെ പോകുമ്പോ ഇനി നമ്മൾ താടകാ വനത്തിലേക്കാണ് എത്തുന്നത്. ഒരു വലിയ വനത്തിൽ കൂടിയാണ് അവർ നടന്നു പോകുന്നത്. ആ വലിയ വനം എത്തുമ്പോൾ വിശ്വാമിത്രൻ കുമാരന്മാരോട് പറയുന്നുണ്ട്, ഇവിടെ താടക എന്ന് പറഞ്ഞ അതിഭയങ്കരിയായ ഒരു രാക്ഷസിയുണ്ട്. പോകുമാറില്ലീ വഴി ആരുമേ ഇതുകാലം, കാടിതു കണ്ടായോ നീ, കാമരൂപിണിയായ താടക ഭയങ്കരി വാണിയിടും ദേശമല്ലോ, അവളെ പേടിച്ചാരും നേർവഴി നടപ്പിയില്ല. അത്രയ്ക്ക് ഭയങ്കരിയാണ്. ആരെ കിട്ടിയാലും അവരെ കൊന്നു തിന്നും. അത്രയ്ക്ക് ഭീകരിയായ താടക എന്ന അതിഭീകര രാക്ഷസിയെയാണ് ഈ താടകാവനത്തിൽ, അങ്ങനെയാണ് ഈ വനത്തിന് താടകാവനം എന്ന് തന്നെ പേര് കിട്ടിയത്. ആ താടകയെ നീ വധിക്കണം എന്ന് വിശ്വാമിത്രൻ രാമനോട് പറയുകയാണ്. കാരണം രാമൻ ഒരു പക്ഷേ ശങ്ക ഉണ്ടായേക്കാം, ഒരു സ്ത്രീ ഹത്യ ചെയ്യുന്നത് ശരിയാണോ, സ്ത്രീയെ വധിക്കുന്നത് ശരിയാണോ. ഇവിടെ രാമൻ രാജാവാണ്, രാജാവിന്റെ പ്രതിപുരുഷനായാണ് ഇപ്പം വിശ്വാമിത്രനൊപ്പം പോകുന്നത്, യാഗരക്ഷയ്ക്കായാണ് പോകുന്നത്. അതിനകത്തിലെ ധർമാധർമ്മങ്ങൾ നോക്കേണ്ടതില്ല, ഇതും ധർമ്മത്തിന് വിരുദ്ധമല്ല എന്നുള്ള മട്ടിലാണ് അത് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ രാമന് വിശ്വാമിത്രൻ പറഞ്ഞതനുസരിച്ച് ഒരു ചെറു ഞാണുലി വിടുകയും ഞാണുലിയുടെ ശബ്ദം കേട്ട് താടക പെട്ടെന്ന് അലറി വിളിച്ചുകൊണ്ട് ഘോര രൂപിണിയായിക്കൊണ്ട് രാമന്റെ നേർക്ക് വരികയും രാമസായകം ഏറ്റ് അവൾ മരിച്ചു വീഴുകയുമാണ്. അപ്പം അങ്ങനെ രാമസായകമേറ്റ് താടകയ്ക്ക് മോക്ഷം കിട്ടി. അഗസ്ത്യ മഹർഷിയുടെ ശാപം കാരണം യക്ഷി ആയിരുന്ന താടക ഇങ്ങനെ രാക്ഷസിയായി മാറിയതായിരുന്നു. അപ്പൊ രാമസായകമേറ്റ് മോക്ഷം കിട്ടിയ താടക എന്ന രാക്ഷസി യക്ഷിയായി മാറി ഭഗവാനെ നമിച്ച് ദേവലോകത്തേക്ക് തിരിച്ചു പോകുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അവർ നടന്ന് സിദ്ധാശ്രമത്തിലെത്തുന്നു. സിദ്ധാശ്രമത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് വിശ്വാമിത്ര മഹർഷിയുടെ ധാരാളം ശിഷ്യന്മാർ മുനിമാരായി അവിടെ ഉണ്ട്. അവരെല്ലാവരും ചേർന്ന്
വിശ്വാമിത്ര മഹർഷിയെയും കുമാരന്മാരെയും വണങ്ങി സാദരം സ്വീകരിക്കുന്നുണ്ട്. കുമാരന്മാരും അവരെ വന്ദിക്കുന്നുണ്ട്. അങ്ങനെ അവരവിടെ എത്തിക്കഴിയുമ്പോൾ കുറച്ച് ചെല്ലുമ്പം തന്നെ രാമൻ പറയുന്നുണ്ട്, അങ്ങനെ ഈ യാഗം നടത്തിയായിട്ട് ഞാൻ യാഗരക്ഷ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അപ്പം പറയുന്നു 6 ദിവസം നമുക്ക് ഇവിടെ താമസിക്കാം, അതിനുശേഷം അതിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ഈ 6 ദിവസം കൊണ്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വിശ്വാമിത്രൻ യാഗം തുടങ്ങുന്നു. വിശ്വാമിത്രനും മുനിമാരും യാഗം തുടങ്ങുമ്പം തന്നെ ഈ പുകയൊക്കെ കാണുമ്പം തന്നെ രാക്ഷസന്മാര് സുബാഹു, മാരീചൻ എന്നീ രാക്ഷസന്മാരുടെ നേതൃത്വത്തില് വലിയൊരു പട രാക്ഷസന്മാരവിടെ വരികയും ആ യാഗഭൂമിയെ അശുദ്ധമാക്കാൻ വേണ്ടി, യാഗാഗ്നിയെ അശുദ്ധമാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പൊ തന്നെ രാമൻ ഒരു അമ്പെയ്ത് സുബാഹുവിനെ വധിക്കുന്നു. തന്റെ നേരെ ബാണം വരുന്നത് കണ്ട് ആ ബാണം കൊണ്ട് തന്നെ മാരീചനെ ഒരു 1400 കിലോമീറ്റർ ദൂരെ ഉള്ള ഒരു സമുദ്രത്തിലേക്ക് വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് എഴുന്നേറ്റ് ഓടി വന്ന് ഈ രാമബാണത്തിൽ നിന്ന് തനിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലായ മാരീചൻ ഭഗവാനെ തന്നെ അഭയം പ്രാപിക്കുകയും ഭഗവത് ഭക്തനായി മാറിക്കൊണ്ട് തപസ്സിനായി പോവുകയുമാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അങ്ങനെ ഈ സമയം കൊണ്ട് ലക്ഷ്മണൻ മറ്റുള്ള രാക്ഷസ പടകളെയെല്ലാം വധിച്ചിരുന്നു. അത് കഴിഞ്ഞവര് വീണ്ടും യാഗമൊക്കെ കഴിഞ്ഞു. 3 ദിവസം താമസിച്ചതിന് ശേഷം വിശ്വാമിത്ര മഹർഷി പറയുന്നു, ഇനിയും കാലം ഒന്നും നമുക്ക് കളയാനില്ല, നമുക്ക് ജനകാലയത്തിലേക്ക് പോകാം. മിഥിലാപുരിയിൽ മാഹേശ്വരമായ ഒരു വില്ല്, ത്രയംബകം എന്ന വില്ല് പൂജിച്ചർച്ചിച്ച് ജനക മഹാരാജാവിനാൽ പൂജിച്ചർച്ചിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതിനെ കണ്ട് വന്ദിക്കാം, അതിനുവേണ്ടി നമുക്ക് പുറപ്പെടാം എന്ന് പറഞ്ഞ് വിശ്വാമിത്രനും ശിഷ്യഗണങ്ങളും രാമനും ലക്ഷ്മണനുമായിട്ട് അവര് മിഥിലാപുരിയിലേക്ക് യാത്ര തിരിക്കുന്നു. അങ്ങനെ മിഥിലാപുരിയിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരു വലിയ വനം, ആ വനത്തില് ഒരു ആശ്രമവും കാണുന്നു. അപ്പൊ ആ ആശ്രമ പരിസരത്തെ കുറിച്ച് ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. വളരെ സുന്ദരമായ ഒരു സ്ഥലമാണ്. ദിവ്യ പാദപലതാ കുസുമ ഫലങ്ങളാൽ സർവമോഹനകരം ജന്തു സഞ്ചയഹീനം. അങ്ങനെയാണ്. എല്ലാം വളരെ ധാരാളം മരങ്ങള്, നല്ല പുഷ്പങ്ങള്, നല്ല ഫലങ്ങള് ഒക്കെ നിറഞ്ഞ്, എന്നാൽ ജന്തു സഞ്ചയഹീനമാ, ജന്തുക്കളൊന്നുമില്ല. വളരെ ശാന്തമായ ആ ഒരു ആശ്രമം കണ്ടിട്ട് രാമൻ ചോദിക്കുന്നു വിശ്വാമിത്ര മഹർഷിയോട്, ഇത് ആരുടെ ആശ്രമമാണ് എന്ന് ചോദിക്കുമ്പോൾ ഇത് ഗൗതമ മഹർഷിയുടെ ആശ്രമമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ കഥ പറയുന്നു. അത് പണ്ടൊരിക്കൽ ഗൗതമ മഹർഷിയും പത്നിയായ അതീവ സുന്ദരിയായ അഹല്യാദേവിയും ഇവിടെ താമസിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കവേ അഹല്യാദേവിയുടെ അതിസുന്ദര രൂപത്തെ ദേവേന്ദ്രൻ കണ്ടങ്ങ് ആഗ്രഹിച്ചു പോകുന്നു. അങ്ങനെ ഒരു ദിവസം പ്രഭാതത്തിൽ സന്ധ്യാവന്ദനം ചെയ്യുന്നതിന് വേണ്ടി പ്രഭാതമായെന്ന് കരുതി ഗൗതമ മഹർഷി ഗംഗാതീരത്തേക്ക് സന്ധ്യാവന്ദനത്തിനായി പോകുന്നു. ആ പോകുന്ന സമയം ദേവേന്ദ്രൻ പെട്ടെന്ന് ഗൗതമ മഹർഷിയുടെ തന്നെ രൂപം എടുത്തുകൊണ്ട് ആശ്രമത്തിലേക്ക് കയറി ചെല്ലുകയും അഹല്യയെ പ്രാപിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഗംഗാതീരത്തെത്തിയ ഗൗതമ മഹർഷിക്ക് നേരം പ്രഭാതമായിട്ടില്ല, സന്ധ്യാവന്ദനത്തിനുള്ള സമയമായിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് തിരികെ സന്ധ്യാവന്ദനം നടത്താതെ തന്നെ തിരികെ ആശ്രമത്തിലേക്ക് വരികയാണ്. ആശ്രമത്തിലേക്ക് വരുമ്പോൾ അവിടെ തന്നെ പോലെ ഒരാൾ ആശ്രമത്തിൽ നിൽക്കുന്നത് കാണുകയാണ്. അപ്പൊ ആരാണ്, എന്താണ് കാര്യം, എന്താണെന്ന് തിരക്കുമ്പോൾ വിവരമെല്ലാം അറിഞ്ഞ വിശ്വാമിത്ര മഹർഷി സഹസ്രഭഗനായി ഭവിക്കട്ടെ എന്ന് ദേവേന്ദ്രനെ ശപിക്കുകയും അഹല്യയുടെ തെറ്റിൽ മനസ്സിലാക്കിയിട്ട് അഹല്യയെ ശിലയായി പോവട്ടെ എന്ന് ശപിക്കുകയുമാണ്. അങ്ങനെ ശാപമോക്ഷമായിട്ട് ത്രേതായുഗത്തിൽ ദശരഥപുത്രനായി ഭഗവാൻ നാരായണൻ ശ്രീരാമനായി അവതരിച്ച് ഇവിടെ വരുമ്പോൾ ആ ശ്രീരാമ പാദാംബുജം നിന്റെ മേളിലേക്കുമ്പോൾ ഈ ശില അഹല്യായി തിരിച്ചു വരും. അത്രയും നാൾ ഭഗവാനെ ഭക്തിയോടെ ഭജിച്ചുകൊണ്ട് നീ തപസ്സനുഷ്ഠിച്ച് ഇവിടെ ശിലയായി വസിക്കുക എന്ന് പറഞ്ഞ് ഗൗതമ മഹർഷി ഹിമാലയ പാർശ്വത്തിലേക്ക് തപസ്സിനായി പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് കുമാര വരൂ, ആശ്രമത്തിലേക്ക് വന്നിട്ട് ആ അഹല്യാദേവിക്ക് മോക്ഷം കൊടുത്താലും എന്ന് പറയുന്നു. അങ്ങനെ വിശ്വാമിത്രന്റെ നിർദ്ദേശമനുസരിച്ച്
ശ്രീരാമചന്ദ്രപ്രഭു വിശ്വാമിത്രനോടും ലക്ഷ്മണനോടും ഉപാശ്രമത്തിലേക്ക് കയറുകയും അവിടെ ശിലയായിരിക്കുന്ന അഹല്യാദേവിയെ കാണുകയും രാമോഹം എന്ന് പറഞ്ഞുകൊണ്ട് തൊഴുതുകൊണ്ട് തൻ്റെ പാദങ്ങൾ, ശ്രീരാമ പാദങ്ങൾ ആ ശിലയിൽ വെക്കുകയും അഹല്യാദേവിക്ക് അപ്പോ തന്നെ മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു. ആ ശാപമോക്ഷം ലഭിച്ച അഹല്യാദേവി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ കമനീയ വിഗ്രഹത്തെ നോക്കി ആ രൂപത്തെ നമുക്ക് വർണ്ണിച്ചു തരുന്നുണ്ട് എഴുത്തച്ഛൻ. അദ്ദേഹത്തിന്റെ കാവ്യകോമള പദാവലികളിലൂടെ ഭഗവാന്റെ ആ തിരുസ്വരൂപം വർണ്ണിച്ചു തരുന്നുണ്ട്. അടുത്തതായിട്ട് അഹല്യാസ്തുതിയാണ്. തൻ്റെ മുമ്പിൽ നിൽക്കുന്നതായ പരമാത്മ ചൈതന്യം തന്നെയാണ് ഈ രാമൻ എന്ന് മനസ്സിലാക്കിയ അഹല്യാദേവി ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗമാണ് അഹല്യാസ്തുതി. അഹല്യാസ്തുതിക്ക് ശേഷം ഇതിന്റെ മാഹാത്മ്യം പറയുന്നുണ്ട്. ഓരോ ഭാഗം വായിച്ചു കഴിയുമ്പോഴും ആ ഭാഗം, അത്രയും ഭാഗം പാരായണം ചെയ്താലുള്ള ഗുണം, ഫലം എന്താണെന്ന് ആ ഭാഗത്ത് പറയുന്നുണ്ട്. ഇന്നലെയും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. ഇന്നും അഹല്യാസ്തുതി ഭക്തിയോട് കേൾക്കുകയോ സ്തുതിക്കുകയോ ചെയ്യുന്നവർക്ക് മോക്ഷം ലഭിക്കും, സദ്യ സംഭവിച്ചിടും, സന്ദേഹമില്ല ഏതും എന്ന് പറഞ്ഞുകൊണ്ടാണ് അഹല്യാസ്തുതി സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ജയശങ്കര. ജ്യോതിഷ് പ്രശ്നോത്തരി ആരംഭിക്കല്ലേ? പ്രശ്നോത്തരിയിലേക്ക് കടക്കാം. ആ, ഏറ്റവും സന്തോഷമുള്ള കാര്യം എല്ലാവരുടെയും മോഹം തെളിഞ്ഞ്. പിന്നെ അതിനുവേണ്ടി ഇങ്ങനെ കാത്തിരിക്കല്ലേ? അഭിലാഷ് എവിടെ? കാണുന്നില്ലല്ലോ. ഉണ്ട്, അഭിലാഷ് ജി ഉണ്ട്. അഭിലാഷ് ജിയെ കണ്ടായിരുന്നു. അല്ല, സമ്മതിച്ചു കൊടുക്കണം. ബാക്കിയുള്ള പ്രോഗ്രാമിനൊന്നും കണ്ടില്ലെങ്കിലും പ്രശ്നോത്തരി സമയത്ത് അഭിലാഷ് ജി ഇവിടെ കാണും, ഉറപ്പാ. അല്ലല്ലോ, ഉണ്ട് കാണും. നമുക്ക് പ്രശ്നോത്തരിയിലേക്ക് കണ്ടക്കാം. ഉഷയുടെ വോയിസ് കുറച്ച് കുറവാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് മാത്രമാണോ? ഞാൻ ഇങ്ങനെ അടുത്തോട്ടിരിക്കുന്നത് ഇങ്ങനെ ശരിക്ക് കേൾക്കാമോ? നമുക്ക് വ്യക്തമായിരുന്നു. കേൾക്കാം. അക്കാലത്ത് അയോധ്യയിലെത്തിയ മഹാമുനി ആരായിരുന്നു? വിശ്വാമിത്രൻ അയോധ്യയിൽ എത്താനുണ്ടായ ആഗമനോദ്ദേശം എന്തായിരുന്നു? രാക്ഷസന്മാരുടെ ശല്യം. സുബാഹുവിനെയും കൊല്ലണം എന്ന് ആവശ്യമായിട്ട് രാമൻ. യാഗരക്ഷ. അതാ ശരി. വസിഷ്ഠൻ വന്നു കഴിയുമ്പം ദശരഥന് കുമാരന്മാരെ കൂടെ വിടാൻ മടിയായിരുന്നു. അപ്പം വസിഷ്ഠ മഹർഷി ദശരഥ മഹാരാജാവിനോട് എന്താണ് പറയുന്നത്? രാമൻ മനുഷ്യനല്ല, രാമന്റെ ജന്മോദ്ദേശം. അതെ, രാമന്റെ ഭൂമിഭാരം തീർക്കാൻ വന്നു. അതെ അതെ, വളരെ ശരിയാണ്. വിശ്വാമിത്രന്റെ ആശ്രമം സിദ്ധാശ്രമം. വളരെ ശരിയാണ്. വിശ്വാമിത്ര മഹർഷി സിദ്ധാശ്രമത്തിൽ യാഗം നടത്തുന്നെന്ന് പറഞ്ഞല്ലോ. ആർക്ക് വേണ്ടിയുള്ള യാഗമായിരുന്നു? പിതൃക്കൾക്ക് വാസിയിൽ നടത്തുന്ന യാഗം. അത് മുടക്കാനായിട്ട് വരുന്ന രാക്ഷസപ്പടയുടെ നായകന്മാരാരായിരുന്നു? ഭാരീജനും സുബാഹുവും. വളരെ ശരിയാണ്. സിദ്ധാശ്രമത്തിൽ പോകുന്ന വഴിക്ക് കുമാരന്മാർക്ക് 2 ദിവ്യ മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാണത്? വളരെ ശരിയാണ്. ബല, അതിബല. ഈ മന്ത്രത്തിന്റെ പ്രാധാന്യം എന്താണ്? വിശപ്പ് സഹിക്കാൻ ദേവനിർമ്മിതമായ മന്ത്രങ്ങളാണ് വിശപ്പും ദാഹവും ഉണ്ടാവാതിരിക്കാൻ. യാത്രയിൽ അവര് ആദ്യം എത്തുന്ന വനം ഏതാണ്?
അയ്യോ എനിക്കറിയാം. താടകാവനം. താടകാവനം വളരെ ശരിയാണ്, വളരെ ശരിയാണ്. എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയത്, എനിക്കൊരു ഗ്യാപ്പ് കിട്ടാതിരിക്കുകയായിരുന്നു. രാമസായകമേറ്റ് മോക്ഷം പ്രാപിക്കുന്ന രാക്ഷസി ആരായിരുന്നു? ആ, രാമസായകമേറ്റ് മരിച്ചുപോയ രാക്ഷസൻ സുബാഹു. ഭഗവാനെ തന്നെ അഭയം പ്രാപിച്ച രാക്ഷസൻ ആരായിരുന്നു? മാരീചൻ. യാഗം ഒക്കെ പൂർത്തിയാക്കിയതിനു ശേഷം അവർ എങ്ങോട്ട് പോകാമെന്നാണ് തീരുമാനിച്ചത്? മിഥിലാപുരിയിലേക്ക് പോകണം. അവിടെ എന്താണ് കാണാനും വന്ദിക്കാനും ഉണ്ടെന്ന് വിശ്വാമിത്രന്റെ കുമാരന്മാരോട് പറയുന്നത്? ത്രയംബകം എന്ന ശൈവജാപം. വളരെ ശരിയാണ്. യാത്രാമധ്യേ അവരെത്തുന്ന ഒരു ആശ്രമം ഉണ്ടല്ലോ, ഏതാശ്രമമാണ്? ഗൗതമാശ്രമം. വളരെ ശരി, ഗൗതമാശ്രമം. വളരെ ശരി. ഗൗതമ പത്നിയുടെ പേരെന്തായിരുന്നു? അഹല്യ. അഹല്യയെ ഗൗതമൻ ശപിച്ച് ശിലയാക്കിയതിന്റെ കാരണം എന്തായിരുന്നു? മുനിയുടെ രൂപത്തിൽ വന്ന അഹല്യെ ദേവേന്ദ്രനെ ഗൗതമ മുനി ശപിച്ചത് എന്തായിരുന്നു? അതിന്റെ അർത്ഥം അറിയാമല്ലോ. അഹല്യയ്ക്ക് ഗൗതമൻ നൽകിയ ശാപമോക്ഷം വളരെ ശരിയാണ്. ശ്രീരാമപാദാംബുജം ശിരസിൽ അണിയുമ്പോ ഇടയിൽ വെക്കുമ്പോ ശാപമോക്ഷം കിട്ടും. എല്ലാ ഉത്തരങ്ങളും വളരെ എളുപ്പമായിരുന്നു. അതും ഒന്നിൽ കൂടുതൽ പേര്, ഒരു 4-5 പേര് ഒന്നിച്ച് ഒരേ ശബ്ദത്തിൽ ഒരേ ഉത്തരം പറയുന്നുണ്ടായിരുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട് അതില്. സുരേഷ് എൻട്രി ആയിട്ടുണ്ട്. സുരേഷ് ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. കണ്ടു. എല്ലാവർക്കും ലീഡ് ചെയ്തത് ആരൊക്കെയാണ്? വിഷയത്തിൽ അഭിലാഷി, സരസ്വതി എടുത്ത്, പിന്നെ മറ്റുള്ളവരുടെ ഈ വീഡിയോ ഓൺ ചെയ്യാത്തതാണ് മനസ്സിലാകുന്നില്ല. ആരാണ് ഉത്തരം പറയുന്നത് മനസ്സിലാകുന്നില്ല. എന്നാലും ഇന്നലെ ആരാണെന്ന് മനസ്സിലായില്ല. ആദ്യത്തെ ദിവസം മുതല് ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു ശബ്ദത്തിലുള്ള ഒരാള് എല്ലാ ഉത്തരവും പറയും. സമ്മാനം സ്പോൺസർ ചെയ്യുന്നത് അഭിലാഷാണോ? അല്ല, എന്റെ ചേച്ചി ഉത്തരം പറയുന്നില്ലായിരുന്നു ഇന്നലെ. കവിത ചേച്ചിയുണ്ട്. അതെ. ഈ വീഡിയോ ഓൺ ചെയ്താലേ നമുക്ക് ആരാ പറയുന്നതെന്ന് മനസ്സിലാവുന്നുള്ളൂ. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ പറയുന്നത് കൊണ്ട്. രാമായണത്തിലെ ഏറ്റവും ചെറിയ ചോദ്യത്തിന് ഉത്തരം വരെ നമുക്ക് മനസ്സിലാവും. മറ്റേ ഒരു ദിവസം ഈ പാപമോക്ഷം കിട്ടിയിട്ട് അഹല്യ ഗൗതമുനിയുടെ അടുക്ക തന്നെയാണോ പോകുന്നത്? അതെ. പിന്നെ ഗൗതമ മഹർഷി ഇവരെ ശപിച്ചതിന് ശേഷം സഹസ്രഭകനായി ഭവിക്കാന്ന് ദേവേന്ദ്രനെ ശപിക്കുന്നു. ശിലയായി പോകട്ടെ എന്ന് അഹല്യയെ ശപിക്കുന്നു. അതിനുശേഷം ഗൗതമ മഹർഷി ഹിമാലയ സാനുക്കളിലേക്ക് തപസ്സിനായി പോകുന്നു. അതെ, പക്ഷേ ശാപമോക്ഷം ലഭിച്ച അഹല്യ പിന്നീട് ഗൗതമ മഹർഷിയുടെ അടുത്തേക്ക് ഹിമാലയത്തിലേക്ക് പോവുകയാണ്. അല്ല, ഒരിക്കലും പോരുതായിരുന്നു. എന്ന് വെച്ചാല് സ്ത്രീ സത്വത്തിന് ഒരു പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് തികച്ചും ഒരു സന്യാസിനിയായി മാറാൻ പറ്റുമായിരുന്നു അഹല്യക്ക്. ഒരു കാരണവശാലും ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ വേറൊരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ അഹല്യ ദേവേന്ദ്രനെ വളരെയധികം ആഗ്രഹിച്ചിരുന്നു എന്ന് അതിൽ പറയുന്നുണ്ട്. നമ്മുടെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലില്ല. അദ്ദേഹം ഗൗതമൻ വിവാഹം കഴിച്ചെങ്കിലും അഹല്യയെ ശ്രദ്ധിച്ചിരുന്നേയില്ല. ഇവര് മുനിപത്നിയുമായിട്ട് തന്നെ അവരങ്ങനെ ജീവിക്കുകയായിരുന്നു. ശരിക്കും ഇത്രയും സുന്ദരിയായ അഹല്യയ്ക്ക് ഒരു കുടുംബജീവിതം ആഗ്രഹിച്ചിരുന്നു എന്ന് തോന്നുന്നു. മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു വെള്ളം എടുക്കാൻ, ഗംഗാനദിയിൽ വെള്ളം എടുക്കാൻ പോകുമ്പോൾ ദേവേന്ദ്രനെയൊക്കെ ഇവരെ വളരെ ആഗ്രഹത്തോടു കൂടി നോക്കി നിന്നിട്ടുണ്ട്.
അല്ല അതൊക്കെ പണ്ടല്ലേ. അപ്പൊ അത് കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ ചിന്തിക്കണമെന്നില്ലല്ലോ. അത് അല്ല, ഭാരത കല്യാണം സ്ത്രീകൾ കഴിഞ്ഞിട്ടാ, കല്യാണം കഴിഞ്ഞിട്ടാ, കല്യാണത്തിന് ശേഷമാ. ഗൗതമനെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് അഹല്യയ്ക്ക് ദേവേന്ദ്രനോട് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നത്. അത് ത്രികാലജ്ഞാനിയാണ് ഗൗതമനും. അദ്ദേഹത്തിന് ഇതൊക്കെ മനസ്സിലാവും. അല്ലല്ല, എനിക്ക് തോന്നുന്നില്ല അത് കവിവാക്യാണെന്നാണ് എന്റെ വിശ്വാസം. എന്താന്ന് വെച്ചാല് ഒരു മുനിയെയും അതായത് ഒരു സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് ആ പറഞ്ഞത്. എനിവേ, അതിനകത്ത് ഒരു ഡിബേറ്റ് ഇല്ല. പക്ഷെ എന്റെ അതെ അഭിപ്രായം അഹല്യ ഒരിക്കലും പോവാതെ പിന്നെ വേണേ സന്യാസിനിയായിട്ട് തന്നെ ദൈവത്തെ പ്രാപിക്കാമല്ലോ. ആരെടുക്കുകയും അതെ അതെ ചെയ്യാറുണ്ട്. അതെ, അങ്ങനെ ചെയ്യാമായിരുന്നു. അതെ അല്ല, ശരിക്കും അഹല്യ നിരപരാധിയായിരുന്നു. ശരിക്കും വേഷം മാറി അതെ വന്നതല്ലേ. അതെ അഭിലാഷ് പറഞ്ഞത് കറക്റ്റ് പോയിന്റ്. ഇല്ല, നിരപരാധിയായ ഒരു അഹല്യക്ക് അറിയാമായിരുന്നു, ശമിക്കുമായിരുന്നു. അഹല്യക്ക് അറിയാമായിരുന്നു വേഷം മാറി വന്നിരിക്കുന്നത് ഇല്ല, ദേവേന്ദ്രനാണെന്ന് അറിയാമായിരുന്നു. എനിക്കറിയത്തില്ല. ഉഷോപ്പളുടെ അടുത്ത് അഹല്യ അറിഞ്ഞിരുന്നെങ്കിൽ അറിയാമായിരുന്നു അത്. അഹല്യക്ക് അറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും അതങ്ങനെ സംഭവിക്കില്ലായിരുന്നു. പക്ഷേ ഒരു സാഹചര്യത്തിൽ പോയി. പിന്നെ ഏതെങ്കിലും ഒരു ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഈ ദൈവങ്ങളുടെ രാജാവ്. അദ്ദേഹം ദൈവം തന്നെ മാറി വരാൻ നേരത്തെ അറിയത്തില്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യരായിട്ടാണെങ്കിൽ അത് ഒരു തെറ്റല്ല. ഇപ്പൊ ദൈവം ഏത് രീതിയിലും എന്റെ മുമ്പിൽ വന്നാൽ എനിക്കറിയാൻ പറ്റത്തില്ല. ആരെങ്കിലും അറിയാം? ദൈവം പറയുമോ ഞാൻ ദൈവമാണെന്ന്? ഇല്ലല്ലോ. പിന്നെ നമ്മള് അദ്വൈതം പറയുന്ന ശങ്കരാചാര്യ സ്വാമികളുടെ ആൾക്കാരാ. ഈ ദൈവം ഏത് ഭാവത്തിൽ നമ്മുടെ വരുന്നു എന്നല്ല, നമ്മളെല്ലാം ഈശ്വരന്മാരാ. എന്നാ ഈ അതല്ല അഭിലാഷത്തിന് മുമ്പിലുള്ളവരെ മൊത്തം ദൈവങ്ങളാ. അല്ല ഉഷോപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ആ വസ്തുത മനസ്സിലാക്കിയില്ല. എന്താന്ന് വെച്ചാൽ ആ, ഇന്ത്യയുടെ മുമ്പിൽ ഇത്തരം വിഷയം ഗൗതമമുനിയായിട്ട് തന്നെ വരുമ്പോൾ അത് ആരാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ഒരിക്കലും അഹല്യക്ക് ഉണ്ടാവില്ല. എന്താ വെച്ചാല് ഒരു ദൈവാംശം തന്നെയാണല്ലോ വരുന്നത്. ദൈവത്തെ അതെ കാട്ടി വലിയ ഇല്ലല്ലോ. അപ്പം ക്ഷിപ്തമായിട്ട് അതായത് പെട്ടെന്ന് ദേഷ്യം വന്ന് ശപിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടോ എന്നുള്ളതാണ്. അഹല്യയും ദൈവം തന്നെയാണ്, ബ്രഹ്മനന്ദിനിയാണ് അഹല്യ. അതെ അതെ എനിക്ക് എന്തൊക്കെയായാലും ഞാൻ അഹല്യ തെറ്റാണ്. ദെൻ സെക്കൻഡ്, അഹല്യ ഒരിക്കലും ഗൗതമപുരിയുടെ അടുത്ത് തിരിച്ചു പോകരുതെന്നാണ് എന്റെ അഭിപ്രായം. അതിനെ ശക്തമായിട്ട് എതിർക്കുന്നത് ഞാൻ. എവിടെ വേണേലും പോയി നല്ലൊരു ഡിബേറ്റും കൂടി ഇന്ന് നടന്നു. അഹല്യയുടെ വശക്കാര്, ഗൗതമന്റെ വശക്കാര് രണ്ടും. ഗൗതമമുനി ആരോ ആയിക്കോട്ടെ, പക്ഷെ ഒരിക്കലും അഹല്യയെ അങ്ങനെ ചെയ്യരുതെന്നായിരുന്നു എന്റെ അഭിപ്രായം. ബാക്കി കാര്യങ്ങൾ നടക്കട്ടെ. ജയശങ്കര. ജയശങ്കര, ജയശങ്കര. രാമായണക്കാറ്റ്. അപ്പോൾ ഇന്നത്തെ രാമായണക്കാറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ ഒരറിയിപ്പുള്ളത്, നാളെ വൈകുന്നേരം 6 മണിക്കാണ് നമ്മുടെ രാമായണക്കാറ്റ് ഉണ്ടായിരിക്കുക. കോട്ടയം ജില്ലാ ചാപ്റ്ററിന്റെ നേതൃത്വത്തിലാണ് നാളെ. അതിന് കാരണം നാളെ 7 മണിക്ക് സംസ്കൃത പഠനം ആഗ്രഹിക്കുന്നവർക്ക് ആ ക്ലാസ്സിന് കയറാവുന്നതാണ്. 7 മണി തൊട്ട് 7:30 വരെ സംസ്കൃത ക്ലാസ്സാണ്, സംസ്കൃതം എന്ന പേരിൽ. 8 മണിക്ക് സ്വാമിനി മാതാ ദേവി ജ്ഞാനാമനിഷ്ഠ അവതരിപ്പിക്കുന്ന ദിഗ്വിജയം എന്നുള്ള പരിപാടി 8 മണിക്ക്. അതായത് നാളെ 3 പരിപാടികളാണ് നമുക്കുള്ളത്. 6 മണിക്ക് രാമായണക്കാറ്റ്, 7 മണിക്ക് നമ്മുടെ സംസ്കൃതം, 8 മണിക്ക് ദിഗ്വിജയം. ഇതെല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഒന്ന് പെടുത്തുന്നു. നമുക്ക് വിഷയപ്പോൾ തന്നെ അവസാനിപ്പിച്ചുകൊള്ളൂ. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ജഗദീശ്വരന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയശങ്കര. 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 ജയശങ്കര.